ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മമ്മു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പൊറോട്ട ചിക്കൻ ഫ്രൈ ഈറ്റിംഗ് ചാലഞ്ച്. അപ്പൊ ഗൈസ്, നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ തോക്കുന്ന ആൾക്ക് ജയിക്കുന്ന ആളൊരു പണിഷ്മെന്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് സന്തോഷകരമായി തോൽക്കുന്ന ആളെ സ്വീകരിച്ചോണല്ല, സ്വീകരിച്ചേ പറ്റൂ. അതാണ് ഇത്. തിന്നാലേ ഒറ്റ ഡ്രാഗനെ പോലെ വെറുതെ തീർപ്പണ്ടി വരും ഗൈസ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഗൈസ്, ഏറ്റവും കൂടുതൽ പൊറോട്ട കഴിക്കുന്ന ആള് ജയിക്കും, അതേസമയം കുറച്ച് കഴിക്കുന്ന ആള് തോൽക്കും. അങ്ങനെയാണ് കളി. നമ്മള് ടൈമറോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല. കഴിക്കണ്ടപ്പോ കഴിച്ചോളുക. ചലഞ്ച് സ്റ്റാർട്ട്സ് ഇൻ 3, 2, 1 സ്റ്റാർട്ട്. എനിക്ക് വിളിച്ചു മുമ്പ് വിളമ്പിയാലേ അതിൻ്റെ ഇത് എല്ലാവർക്കും ചിലപ്പോ അങ്ങനെയായിരുന്നു. ചിക്കൻ ഫ്രൈ കൊണ്ട് ഇഷ്ടമല്ല. ഉള്ളിയൊക്കെ ഇട്ട് നല്ല നാരങ്ങയൊക്കെ പിഴിച്ചടിച്ച് നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ ജയിച്ചിട്ട് പോകും. എനിക്ക് ഉണ്ടാവാൻ തന്നെ വലിയ കഴിച്ചു. നല്ല നാടൻ ഉണ്ടാവളായിട്ട് നമ്മുടെ വീട്ടിലുള്ള അടിപൊളി കറി. സൂപ്പർ ടേസ്റ്റ്, അടിപൊളിയാണ്. കൺഗ്രാജുലേഷൻ. ചുമ്മാണ് കറി വെച്ചത്. ഇച്ചിരി ചിക്കൻ കറി ഉണ്ടല്ലോ, ഒന്നൊന്നര കറി. ആ പൊറോട്ട ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ആ ചിക്കനും ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടേ ഇങ്ങനെ അങ്ങോട്ട് ചുരുട്ടങ്ങോട്ട് ചുരുട്ടിയിട്ടെ സ്വർഗമാണ്. സ്വർഗം. സവോള ഗിരിഗിരി. ചിക്കൻ ഫ്രൈ എടുക്കുകയാണ്. നല്ല അടിപൊളി ചിക്കനാണ്. നല്ല അടിപൊളി ചിക്കൻ. നല്ല പൂ പോലെ ഇരിക്കുന്ന മുമ്പത്തെ പോലെ ഇച്ചിരി പൊറോട്ട അങ്ങോട്ട് എടുത്തിട്ട് വേറൊരു ചിക്കൻ്റെ പീസും അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് വേണ്ട, നല്ല കറിയിലെ നല്ല പൂ പോലത്തെ പീസും അങ്ങോട്ട് എടുത്ത് വെച്ച് പൊറോട്ടയിലോട്ട് വെച്ചിട്ട് ഉള്ളി ഉള്ളി ചുരുട്ടി കിളില് കൊള്ളി കാലത്തുണ്ടാണ് കേട്ടോ. ശരീരത്തിന് തണുപ്പ് വരുന്ന സാധനമാണ്. രണ്ടാമത്തെ പത്തിരി എടുത്ത് സൂപ്പർ കറി കഴിച്ചു കേട്ടോ. ചുമ്മാ പറയുന്നില്ല, കിടിലൻ കറി. ഇറങ്ങാൻ പാടി. നമ്മളാ പീസിന്റെ കാര്യമില്ല, ഇതിലാണ് ഇതിരിക്കുന്നത്.
പീസറിന് വെക്കാതെ. അയ്യോ കട്ടാച്ചാറി ഗൈസ് വെച്ചില്ലെങ്കിലാ ഗൈസ്. പിന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കഴിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നും ബാക്കിയില്ലാതെ ഫുള്ള് നീറ്റായിട്ട് കഴിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ. ലോകത്തോടെ എന്തോ കാണാനാണ് തുറന്നു വിട്ടാ. എപ്പോഴും ഇങ്ങനെയാണ് കേസ്. ഞാൻ ആഹാരം കഴിച്ചാൽ ശരിക്കും വിയർക്കും. എന്റെ ഡാം തുറന്നു വിടുമ്പോ ഇങ്ങനെ അങ്ങ് പോകത്തില്ല. അതേപോലെ എനിക്ക് ഇളകുക. കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന ആ പാത്രത്തിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. വേറുള്ള ആളുകളുടെ മുഖത്തോട്ട് നോക്കരുത് കേട്ടല്ലോ. സംഭവം കറി ഞാൻ വെച്ച കറി എന്ന് വെച്ചാൽ കിടിലൻ കറി കേട്ടോ. ഞാൻ വെച്ചതുകൊണ്ട് ഇതൊന്നും പറയുകയല്ല, സൂപ്പർ കറി. പൊളി. അതൊക്കെ കടിച്ച് വലിച്ച് തിന്നുമ്മ. ഇതൊക്കെ കണ്ടാലും നടക്കും. നമ്മുടെ മലയാളികളുടെ ഫേവറേറ്റ് ഫുഡാണ്. പപ്പായൊക്കെ അവിടെ ഇരിച്ചിട്ട് നമുക്ക് പപ്പായ ജയിക്കുന്ന ആൾക്ക് കഴിക്കുക, തോക്കുന്ന ആൾ ഇത് തന്നെ തിന്നാച്ചാൽ മതി കേട്ടോ. പപ്പായ കൊണ്ടുവച്ച് എന്തിനാ എരിവുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നും എടുത്ത്. അങ്ങനെ വേണ്ട. നമുക്ക് കുറെ മധുരിക്കാം. മധുരിക്കാം. അല്ല മീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല പൂ പോലത്തെ മീറ്റ്. നമ്മള് ഒന്നും ഓർഡർ ചെയ്തേ പൈസ എല്ലാം ഇവിടെ ഉണ്ടാക്കിയതാ. കോഴി ഇവിടെ ഉണ്ടാക്കിയതാ, ചിക്കൻ ഫ്രൈ ഇവിടെ ഉണ്ടാക്കിയതാ, പത്തിരി ഇവിടെ ഉണ്ടാക്കിയത് എല്ലാം നേച്ചറാണ്. അതുകൊണ്ട് എന്താണെന്നറിയാം, കിടിലൻ ടേസ്റ്റ്. നമ്മൾ വേറെ എവിടെ പോയി കഴിച്ചാലും ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും. മൂന്നാമത്തെ വിചാരിക്കുന്ന നമുക്കൊന്നും അത്ര എളുപ്പമല്ല. കറി കഴിയുമ്പോ കാണുന്നവരിന്ന് അങ്ങനെ ഇരിക്കുകയായിരിക്കും. പീസ് വയ്ക്കട്ടെ, ഒരു പീസ് തിന്നുവയ്യ. ഇനി വേണമെങ്കിൽ എടുത്താൽ മതി. ഇച്ചിരി വെള്ളം കുടിക്കാൻ ഡ്രിങ്ക് വാട്ട.
സംസാരിക്കാൻ സമയമില്ല ഗൈസ്. എനിക്കിത് തിന്നാൻ വയ്യ. കഴിഞ്ഞു. മിക്കവാറും തിന്നേണ്ടി വരും. ഉണ്ടവളെ വെച്ചിട്ട് എരി കുറയ്ക്കണം. അയ്യോ കഴിക്കാനും വയ്യ. ഭക്ഷണമൊന്നും വേണ്ട. എന്നിട്ട് എനിക്കെല്ലാം കൂടെ വാരി വെച്ച് തന്നല്ലോ. അയ്യോ കഴിക്കും, പെട്ടെന്ന് കഴിക്കും. നമുക്ക് പൂച്ചയുണ്ട്, സുന്ദരി പൂച്ച. ചിക്കൻ്റെ മണം കേട്ട പാടാന്ന് പറഞ്ഞാൽ വിളിക്കുന്നു. നമ്മള് വിളിച്ച് വയറൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടാണ് വന്നേക്കുന്നത്. എന്നിട്ട് വയറ് ഫുള്ളായിരുന്നു. ചുമ്മാ കഴിച്ചു. മുളക് കഴിക്കേണ്ടി വരും മിക്കവാറും. ചിക്കനും കൂടെ എടുക്കാം. അഥവാ ഞാൻ തോറ്റാൽ നിന്റെ മാതാവാണ് എന്നുള്ളൊരു പരിഗണന എനിക്കുണ്ടാകുമോ? ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാകും, പക്ഷെ ഇതിലില്ലായിരുന്നു. മുളക് കഴിക്കേണ്ടി വരും. വിയർക്കുന്നു. അങ്ങനെ വയ്യ. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഉമ്മ കത്തുന്നു. മതി. ബാക്കിയാനും പാടില്ല. അപ്പൊ നമ്മൾ രണ്ടുപേരും തുല്യാണല്ലോ. ഇപ്പൊ അങ്ങനെ അപ്പൊ ഒരു രൂപയുടെ തുട്ടെടുത്തിട്ട് വേണ്ട. അയ്യോ വേണ്ട. എന്റെ പുറത്ത് രണ്ടുപേരും സെയിം ആയിട്ട് കഴിച്ചു. എന്തെങ്കിലും ഉടായ്പ കാണോ? അയ്യോ ഒരു ഉടായ്പ ഇല്ല. പൈസ പൊക്കിയിട്ട് നോക്കുമ്പോ വാലും തലയും. വാല് വരുമെങ്കിൽ നീ, തല വരുമെങ്കിൽ ഞാൻ മുളക് കഴിക്കുന്നത്. എങ്ങനെ ഒന്നും പറ്റാത്ത അവസ്ഥയല്ലേ. പൊറോട്ട അടിക്കാന്ന് വെച്ചാൽ വയറ് ഫുള്ളായി, പൊട്ടുന്ന വിധമായി. ഞാൻ വിചാരിച്ചു ഉമ്മ ഇട്ട് തരുമല്ലോ. എങ്ങനെ കാര്യങ്ങൾ ഒരു രൂപയുടെ തൊട്ട് സംഘടിപ്പിക്കാൻ വല്ല വഴിയുണ്ട്. ഒരു രൂപയുടെ തൊട്ട് വരട്ടെ. ഇപ്പൊ അറിയാം.
ഭയങ്കര രുചിയാ. അത് കുഴപ്പമില്ല. അത് കഴിച്ചിട്ട് നമുക്ക് കപ്പയ്ക്കായിരിക്കാം. ഈ ഇലയുടെ ഭാഗം വന്ന ഞാൻ, ഈ ഭാഗം വന്ന നീ. എങ്ങനെ ഈ അശോക ചക്രത്തിന്റെ ആ ഭാഗം ഉണ്ടല്ലോ, അത് വന്ന നീ, ഈ ഭാഗം വന്ന ഞാൻ. വന്ന് ഇട്, പൊക്കിയിട്, അങ്ങോട്ട് പൊക്കിയിട്, ഇട്, പൊക്കിയിട്. ഇവിടെ ഇങ്ങനെ കറക്കിയാ മതി. എനിക്ക് ഇതിലുള്ള ഒരു ഉടായ്പിട്ടിരിക്കും അറിഞ്ഞൂടെ. ഉടായ്പിട്ട് അറിയിക്കില്ല. ഇപ്പൊ അത് പരിശോധിച്ച ഏതാ ഏതാ ഞാൻ കറക്കി. ഈ ഭാഗം നീ, ഈ ഭാഗം ഞാൻ. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ എന്താ ഈ 1 രൂപയുടെ പടം വന്നാൽ അത് ഉമ്മ ഇടണം. നേരെ തിരിച്ച് ഞാൻ വന്നാൽ ഞാൻ കഴിക്കണം. അങ്ങനെയാണ് ഇടാം. കറക്കണം. കറക്കണം. ചെറിയ മുളകൊന്നുമല്ല, വല്ല അത് തന്നെ എടുത്തോ. രക്ഷപ്പെട്ടു. ഉള്ളിയും കൂടെ വെച്ച് കഴിക്കായിരുന്നു. എങ്ങനെയായാലും തിന്നാ. എന്തൊക്കെ വെച്ചോണെങ്കിൽ കടിച്ച ഉള്ളിയും കൂടെ അച്ഛൻ തിന്നു. എന്തിനാന്ന് വെച്ച് ചെയ്തു. കപ്പയ്ക്ക് എടുത്തോട്ടെ. 10 സെക്കൻഡ് ഉണ്ട്. 1 2 3 4 5 എടുക്കാൻ പറ്റില്ലേ. 6 7 8 9 എടുത്ത സ്വർഗം കണ്ട് ഉറപ്പാ. ഞാൻ ഇത്രയും വേണ്ട, കടുകൈ വേണ്ട. അവനെ കുഴിക്കഴിച്ചെടുക്കുമ്പോ അവന്റെ കുഴിക്കഴിച്ചെടുക്കുമ്പോ എന്റെ അടുത്ത് അറിയാം മക്കളെ അത് വേണ്ട, നമുക്ക് ഡൈസ് ഇട്ട് എടുക്കാം കേട്ടോ. അത് ആരും അറിയാൻ അവനോ കുഴിക്കുന്ന കുഴിച്ചെടുക്കുമ്പോ ഇഷ്ടമാണ് എനിക്ക്. ഉണ്ടമുളകിന്റെ എരിവ് അപാരം. നമ്മുടെ ഇന്നലെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ചിക്കൻ ഫ്രൈ അതേപോലെ അല്ല, നല്ലോണം നല്ല ഇതായിരുന്നു. നല്ല നല്ല സൂപ്പർ. എരിവും പുളി എല്ലാം കറക്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അവസാനത്തെ ടെസ്റ്റ് അങ്ങ് പൊളിച്ചു പോനെ. അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചപ്പെട്ടു കേട്ടോ. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങ് മാറി. കപ്പയ്ക്ക വെളുത്തതൊക്കെ കഴിച്ചപ്പോ ഓക്കെ ആയി. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഹോപ്പ് യു ഗൈസ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.